പുതിയ കാലത്തെ വായനയ്ക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അതുല്യ സാഹിത്യകാരൻ എസ്.കെ. പൊറ്റക്കാടിനെ നേരിൽ കാണാനാവാത്തതിൽ താൻ നിർഭാഗ്യവാനാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് എസ്.കെ. പൊറ്റക്കാട് സാഹിത്യ അവാർഡ് സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിനീഷ് വിദ്യാധരൻ രചിച്ച ജീവന്റെ ഏടുകൾ എന്ന കവിതാ സമാഹാരത്തിനുള്ള പുരസ്കാരം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സമ്മാനിച്ചു. ചെമ്പോളി ശ്രീനിവാസൻ രചിച്ച ലേഖന സമാഹാരത്തിനാണ് മറ്റൊരു പുരസ്കാരം സമ്മാനിച്ചത്. എസ്.കെ. പൊറ്റക്കാടിന്റെ പേരിലുള്ള അവാർഡ് ലഭിക്കുക എന്നുള്ളത് തമാശയല്ലെന്ന് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഇതൊരു വലിയ ബേർഡനാണ് അവർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ എന്താ പറയുക, ക്രൗൺ ഓഫ് തോൺസ് എന്ന് പറയുന്നത് പോലെ മുള്ളുകൊണ്ടുണ്ടാക്കിയ ഒരു കിരീടമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ ബേർഡൻ എന്ന് പറയുന്നത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ മെമ്മറിയും അദ്ദേഹത്തിൻ്റെ പേരിലുമായ ഒരു അവാർഡ് എടുക്കുക എന്ന് പറയുന്നത് അത് തമാശയാണ്. യു ആർ റിയലി ബോൺ അഗെയിൻ, യു ഹാവ് ടു സ്റ്റാർട്ട് അഗെയിൻ. ഭാരത് സേവക് സമാജ് കേന്ദ്ര അവാർഡ് നേടിയ ലിബി അക്ബറിനെ ആദരിച്ചു. അവാർഡ് ജേതാക്കൾക്ക് പി.കെ. മൊയ്തീൻ കോയ പ്രശസ്തി പത്രം സമർപ്പിച്ചു. എം.വി. കുഞ്ഞാമു പൊന്നാട അണിയിച്ചു. അഡ്വക്കേറ്റ് ടി.എം. വേലായുധൻ അധ്യക്ഷത വഹിച്ചു. മലയാള മനോരമ സീനിയർ കോഓർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ എസ്.കെ. പൊറ്റക്കാട് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.